ഹലോ, റിട്ടയർമെന്റ് റെഡി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സുരക്ഷിതവും സന്തോഷകരവുമായ റിട്ടയർമെന്റിനായി പ്ലാൻ ചെയ്യേണ്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ജയശ്രീ ഗോവിന്ദൻ. 15 വർഷത്തിലധികം അനുഭവമുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറും ഇൻഷുറൻസ് പ്രൊഫഷണലുമാണ്. 1,00,000 ആളുകളെ ഉത്കണ്ഠരഹിതവും സ്വതന്ത്രവുമായ റിട്ടയർമെന്റ് നേടാൻ സഹായിക്കുക എന്നതാണ് എൻ്റെ മിഷൻ. ഇന്ന് നമുക്ക് റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി സ്വരൂപിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ലെറ്റ്സ് ഡ്രൈവ്. റിട്ടയർമെന്റ് വളരെ ദൂരെയുള്ളതായി തോന്നിയേക്കാം, എന്നാൽ സത്യത്തിൽ നിങ്ങൾ എത്രയും വേഗം ആസൂത്രണം ചെയ്യുന്നുവോ അത്രയും മികച്ചതായിരിക്കും. അതിനാൽ റിട്ടയർമെന്റിനായി സ്വരൂപിക്കുന്നത് എത്രത്തോളം പ്രധാനമാണ് എന്ന് നാം മനസ്സിലാക്കണം. നാം ഇപ്പോഴുള്ള ജീവിതശൈലി നിലനിർത്താനും മെഡിക്കൽ ചെലവുകൾ ഏറ്റെടുക്കാനും ഗോൾഡൻ പ്രായത്തിലുള്ള ജീവിതം സാമ്പത്തിക സമ്മർദ്ദമില്ലാതെ ആസ്വദിക്കാനുമാണ്. റിട്ടയർമെന്റിനായി സ്വരൂപിക്കുന്നതിന് ആദ്യപടി നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നതാണ്. ഇത് നിങ്ങളുടെ വരുമാനവും ചെലവും നിലവിലുള്ള സംരക്ഷണവും മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ എവിടെയാണെന്ന് അറിയുന്നത് യഥാർത്ഥ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാൻ സഹായിക്കും. നിങ്ങളുടെ മാസ വരുമാനവും ചെലവുകളും രേഖപ്പെടുത്തിയ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കാം. ഇത് കൂടുതൽ സംരക്ഷിക്കാൻ കഴിവുള്ള മേഖലകൾ തിരിച്ചറിയാനും സഹായിക്കും. അടുത്തതായി നിങ്ങളുടെ റിട്ടയർമെന്റ് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാം. എത്ര സ്വരൂപിക്കണം എന്നത് ചോദിക്കുക. റിട്ടയർമെന്റിന് എങ്ങനെയുള്ള ജീവിതശൈലി വേണം എന്നത് നോക്കുക. ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ സംരക്ഷണ പദ്ധതി നിർദ്ദേശിക്കും. നിങ്ങളുടെ പ്രീ റിട്ടയർമെന്റ് വരുമാനത്തിന്റെ 70-80% ലക്ഷ്യമിടുക എന്നത് ഒരു സാധാരണമായ മാർഗമാണ്. ഇപ്പോൾ ലഭ്യമായ വിവിധ സംരക്ഷണ ഓപ്ഷനുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. എംപ്ലോയർ സ്പോൺസേഡ് റിട്ടയർമെന്റ് പ്ലാൻസ്. നിങ്ങളുടെ എംപ്ലോയർ ഒരു പ്ലാൻ നൽകുന്നുണ്ടെങ്കിൽ, അതായത് EPF പോലെയുള്ള പല പ്ലാനുകളും ഉണ്ട്. നിങ്ങൾ പരമാവധി സംഭാവന ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുക. ഈ പ്ലാനുകളിൽ എംപ്ലോയർ മാച്ചിങ് നൽകുന്നു. ഇത് നിങ്ങൾക്ക് റിട്ടയർമെന്റ് ലൈഫിനായി ഒരു സൗജന്യ പണമായിട്ട് ലഭിക്കുന്നതാണ്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് PPF ഒരു ദീർഘകാല സംരക്ഷണ ഓപ്ഷനാണ്. ആകർഷകമായ പലിശ നിരക്കുകളും നികുതി ഭാരവും ഇത് നൽകുന്നുണ്ട്. ഇത് റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് നല്ല ഉപാധി തന്നെയാണ്. നാഷണൽ പെൻഷൻ സിസ്റ്റം NPS ഇക്വിറ്റിയും കോർപ്പറേറ്റ് ബോണ്ടുകളും ഗവൺമെന്റ് സെക്യൂരിറ്റികളും ചേർന്നതാണ്. നിങ്ങൾ ഒരു ഡൈവേഴ്സിഫൈഡ് റിട്ടയർമെന്റ് ഫണ്ട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ്. മ്യൂച്വൽ ഫണ്ടുകൾ. ദീർഘകാല വളർച്ച ലക്ഷ്യമിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതും റിട്ടയർമെന്റ് കോർപ്പസ് സൃഷ്ടിക്കാൻ ഒരു സ്മാർട്ട് മാർഗമാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ്, അതായത് SIP, പ്രത്യേകിച്ച് ഗുണം ചെയ്യുന്നുണ്ട്, കാരണം ഇവ ഒരു ചിട്ട നൽകുന്നു, മാർക്കറ്റ് കോമ്പൗണ്ടിങ്ങും ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനമായ ഘടകം നിങ്ങളുടെ റിട്ടയർമെന്റ് പദ്ധതി ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ച് ക്രമീകരിക്കുക എന്നതാണ്. ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ചും സാമ്പത്തിക വിപണികളും മാറ്റമുണ്ട്. പ്രതിവർഷം നിങ്ങളുടെ പദ്ധതി വിലയിരുത്തുക. നിങ്ങളുടെ സംഭാവനകൾ, നിക്ഷേപ തിരഞ്ഞെടുപ്പുകൾ, ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടത്ര ക്രമീകരണങ്ങൾ ചെയ്യണം. അവസാനമായി പ്രൊഫഷണൽ ഉപദേശം സ്വീകരിക്കലിന്റെ ശക്തി മറക്കരുത്. ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുമായി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കുമുള്ള വ്യക്തിഗത തന്ത്രങ്ങൾ നൽകും. അവർ നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് ഉറപ്പാക്കുകയും സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഞങ്ങളുടെ റിട്ടയർമെന്റ് റെഡി പോഡ്കാസ്റ്റ് കേട്ടതിന് നന്ദി. ഇന്ന് എപ്പിസോഡ് നിങ്ങൾക്ക് സഹായകമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു സന്തുഷ്ടമായ റിട്ടയർമെന്റ് പ്ലാനിംഗ് നേരത്തെ തന്നെ ആരംഭിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കുക എന്നതാണ് പ്രധാനം. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യക്തിഗത ഉപദേശം ആവശ്യമായാൽ ഞങ്ങളെ സമീപിക്കുക. അടുത്ത വട്ടം കാണും വരെ ഞാൻ ജയശ്രീ ഗോവിന്ദൻ നിങ്ങൾക്ക് സാമ്പത്തികമായി സുരക്ഷിതവും സന്തോഷകരവുമായ റിട്ടയർമെന്റിനെ ആശംസിക്കുന്നു. ഗുഡ് ബൈ, ടേക്ക് കെയർ.